ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡേ 2 അസൈൻമെൻ്റ് ആണ്. ഡേ 2ൻ്റെ 2A ഏജൻറ് ടൂൾസ് എന്നുള്ളതാണ് അസൈൻമെൻറ്റ്. ഇതിനകത്ത് ആദ്യം തന്നെ അസൈൻമെൻറ്റ് ലിങ്ക് ജിമെയിൽ വന്നാൽ തുറക്കുക, കോപ്പി ചെയ്യാൻ എടുത്ത് കൊടുക്കുക. ശേഷം നമുക്ക് മുമ്പ് ചെയ്തപോലെ തന്നെ API കീ ജനറേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ നേരത്തെ എൻ്റെ ജനറേറ്റ് ചെയ്ത കീസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാണ്. അത് തന്നെ കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല, വർക്കാവും. പക്ഷേ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ കീ ജനറേറ്റ് ചെയ്യുകയാണ്. അതിനായിട്ട് എന്തെങ്കിലും ഒരു പേര് അടിക്കുക. അതിനുശേഷം സാമ്പിൾ ഏതെങ്കിലും പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. ഞാൻ സെലക്ട് ചെയ്ത പഴയ പ്രൊജക്റ്റ് തന്നെയാണ്. ശേഷം കീ കോപ്പി ചെയ്യുക. ശേഷം ഡേ 2 പോവുക, നോട്ട് പാഡിലോട്ട് പോവുക. അതിനുശേഷം ആഡ് ഓണിൽ നിൽക്കുക. സീക്രട്സ് പഴയ API ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ആഡ് സീക്രട്ട് കൊടുക്കുക, കീയുടെ വാല്യൂ കൊടുക്കുക. API കീ എന്നുള്ള പേര് അവിടുത്തെ ഈ കാണുന്ന പോലെ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എററായി വരും. അതിനുശേഷം അത് ഇമ്പോർട്ട് ചെയ്യുക. ആദ്യം ഒതൻറ്റിക്കേറ്റ് ചെയ്യുക. അതിനുശേഷം ADK കമ്പോണൻസ് ഇമ്പോർട്ട് ചെയ്യുക. റണ്ണാവാൻ ചിലപ്പോൾ ടൈം എടുക്കും. റണ്ണായി. അതിനുശേഷം ADK കമ്പോണൻസ് ഇമ്പോർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഹെൽപ്പ് ഫംഗ്ഷൻ റൺ ചെയ്യുക. ഡിഫൈൻ ചെയ്തു. ഇനി റീട്രൈ ഓപ്ഷൻ ഇത് റൺ ചെയ്യുക. ചിലപ്പോൾ ബാക്കിയുള്ള കോഡുകൾ റൺ ചെയ്യുമ്പോൾ എറർ വരും. അതുകൊണ്ട് ആദ്യം തന്നെ അതൊക്കെ റൺ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് എറർ വന്നാലും അത് റീട്രൈ ഫംഗ്ഷൻ ഒന്നുകൂടെ റൺ ചെയ്താൽ മതി, സോൾവ് ആവും. അടുത്ത ഫംഗ്ഷൻ റൺ ചെയ്യുക, അടുത്ത ഫംഗ്ഷൻ റൺ ചെയ്യുക, അങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷനും റൺ ചെയ്യുക. നമ്മൾ USDയിലുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചുമ്മാ INR കൊടുക്കാം. കൊടുത്താലും വരില്ല, ജസ്റ്റ് INR കൊടുത്തിട്ട് എറർ ആവുന്നത് നമുക്ക് നോക്കാം. ചെയ്തിരിക്കുന്നതല്ല USDയിലെ കാര്യമാണ്, അപ്പോൾ വരില്ല, എററായിപ്പോയി. അപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് തിരിച്ച് 1000 USD ആക്കി റൺ ചെയ്യുക. അത് റണ്ണായി. അടുത്ത സെക്ഷൻ 3 എടുക്കുക, റൺ ചെയ്യുക. ശേഷം അടുത്ത റൺ ചെയ്യുക. ഇപ്പം ഇങ്ങനെ എറർ കാണിച്ചാലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, അത് കുഴപ്പമില്ല. എറർ കാണിച്ചു, പക്ഷേ ഔട്ട്പുട്ട് നമുക്ക് വന്നു. നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ഇതാണ്, അത് വന്നു. അത് സെക്ഷൻ 4 നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സെക്ഷൻ. കൺഗ്രാജുലേഷൻസ്. ഇതിനകത്ത് നമുക്ക് സബ്മിഷൻ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് റൺ ചെയ്യുക, സേവ് ചെയ്ത് വെച്ചേക്കുക. ഞാനിപ്പോൾ വേർഷൻ 2A കൊടുത്തു, സേവ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് വെൻറ്റ് ചെയ്യാം.